കേരളത്തിൽ ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി കഥകളുണ്ട്. അതിൽ ഇന്നും ഉത്തരം കിട്ടാത്ത നിഗൂഢതയായി അവശേഷിക്കുന്ന ഒന്നാണ് കടമറ്റത്ത് കത്തനാരുടേത്. വെറുമൊരു പുരോഹിതനായിരുന്നില്ല അദ്ദേഹം. ദുഷ്ടശക്തികളെ വിറപ്പിച്ച അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു അമാനുഷിക വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ശരിക്കും കടമറ്റത്ത് കത്തനാർ ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ മാന്ത്രിക ശക്തിക്ക് പിന്നിലെ രഹസ്യം എന്താണ്? നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. കോട്ടയം ജില്ലയിലെ കടമറ്റത്താണ് അദ്ദേഹം ജനിച്ചത്. പൗലോസ് എന്നായിരുന്നു പേര്. ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അദ്ദേഹത്തെ വളർത്തിയത് കടമറ്റത്തെ പള്ളിയിലെ പുരോഹിതനായിരുന്നു. ഒരിക്കൽ കാറ്റിൽ വഴിതെറ്റിയ പൗലോസ് ചെന്നെത്തിയത് മന്ത്രവിദ്യകൾ വശമുള്ള മലയരന്മാരുടെ തടവിലാണ്. അവിടെ വെച്ച് നീണ്ട 12 വർഷം അദ്ദേഹം അവർക്കൊപ്പം കഴിഞ്ഞു. അവരുടെ ഏറ്റവും രഹസ്യമായ മന്ത്രങ്ങൾ പൗലോസ് പഠിച്ചെടുത്തു. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയത് പുതിയൊരു ശക്തിയുമായാണ്. കത്തനാരുടെ കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുഷ്ടശക്തികളെ അടിച്ചമർത്തുന്നതാണ്. നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരുന്ന ചോറ്റാനിക്കര യക്ഷിയെ കത്തനാർ തൻ്റെ മന്ത്രശക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയെന്നാണ് വിശ്വാസം. യക്ഷിയെ അവിടെ ആണിയിട്ട് തളച്ചുവെന്നും പിന്നീട് ആ യക്ഷി ചോറ്റാനിക്കര ദേവിയുടെ സാന്നിധ്യത്തിൽ മോക്ഷം നേടിയെന്നും കഥകൾ പറയുന്നു. കായംകുളം കൊച്ചുണ്ണിയെപ്പോലുള്ള കരുത്തരെ പോലും കത്തനാർ തൻ്റെ ബുദ്ധിശക്തി കൊണ്ടും മന്ത്രശക്തി കൊണ്ടും നേരിട്ടിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനും രോഗങ്ങൾ മാറ്റാനും അദ്ദേഹം തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചിരുന്നു. പള്ളിക്കൂടത്തിൽ കഞ്ഞി വയ്ക്കാൻ വിറകില്ലാതെ വന്നപ്പോൾ പള്ളിയിലെ തൂൺ പിഴുത് വിറകാക്കിയ കഥ പ്രസിദ്ധമാണ്. മറ്റ് മാന്ത്രികരിൽ നിന്ന് വ്യത്യസ്തമായി അഹങ്കാരമില്ലാത്ത എന്നാൽ തമാശപ്രിയനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. തനിക്ക് ചുറ്റുമുള്ള തിന്മകളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കടമറ്റത്ത് കത്തനാരുടെ ഈ കഥകൾ കേരളത്തിലെ നാടോടി സംസ്കാരത്തിന്റെ ഭാഗമാണ്. കത്തനാർ മന്ത്രവാദം പഠിച്ചത് മലയരന്മാരുടെ അടുത്തു നിന്നാണെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. പശുക്കളെ തിരഞ്ഞു കാട്ടിൽ പോയ പൗലോസിനെ മലയരന്മാർ പിടികൂടി അവരുടെ അടിമയാക്കി. 12 വർഷത്തോളം അദ്ദേഹം അവിടെ കഴിഞ്ഞു. അവരുടെ വിശ്വസ്തനായി അഭിനയിച്ച് അവരുടെ രഹസ്യമന്ത്രങ്ങൾ അദ്ദേഹം കൈക്കലാക്കി. ഒടുവിൽ അവിടെ നിന്നും രക്ഷപ്പെടുമ്പോൾ മലയരന്മാർ തടയാൻ നോക്കിയെങ്കിലും തൻ്റെ മന്ത്രശക്തി കൊണ്ട് അവരെ കബളിപ്പിച്ചാണ് അദ്ദേഹം കടമറ്റത്ത് തിരിച്ചെത്തിയത്. കത്തനാരുടെ കഥകളിലെ ഏറ്റവും ഭീതിജനകമായ ഭാഗമാണിത്. തെക്കൻ തിരുവിതാംകൂറിലെ വഴിപോക്കരെ കൊന്ന് ചോര കുടിച്ചിരുന്ന കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷിയെ തളയ്ക്കാൻ കത്തനാർ പോയി. ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന യക്ഷിയെ കത്തനാർ തിരിച്ചറിഞ്ഞു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന മന്ത്രദണ്ഡും ആപ്പും ഉപയോഗിച്ച് അദ്ദേഹം നീലിയെ കീഴ്പ്പെടുത്തി. ഒടുവിൽ നീലിയെ ഒരു പനയിൽ ആണിയിട്ട് തളച്ചുവെന്നാണ് വിശ്വാസം. കടമറ്റത്ത് പള്ളിയിൽ ഇന്നും ഒരു കിണറുണ്ട്. ഇത് കത്തനാർ തൻ്റെ മന്ത്രശക്തി ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്നും ഇതിലൂടെ അദ്ദേഹം പാതാള ലോകത്തേക്ക് സഞ്ചരിച്ചിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതുകൊണ്ട് ഇതിനെ പാതാള കിണർ എന്നാണ് അറിയപ്പെടുന്നത്. ദുഷ്ടശക്തികളെ തളച്ചിരിക്കുന്നത് ഈ കിണറ്റിലാണെന്നാണ് ഐതിഹ്യം. കടമറ്റത്ത് കത്തനാർ ശരിക്കും ജീവിച്ചിരുന്നോ അതോ വെറും മിത്താണോ എന്നത് ഇന്നും തർക്കാവിഷയമാണ്. എങ്കിലും 9-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. കടമറ്റത്ത് പള്ളിയിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നാണ് കത്തനാരുടെ മാന്ത്രിക കുരിശ്. പള്ളിയുടെ ഭിത്തിയിൽ ഉറപ്പിച്ചിട്ടുള്ള ഈ കുരിശ് കേവലം ഒരു മതചിഹ്നമല്ല, മറിച്ച് ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന ഒരു അത്ഭുതമായാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. ഇതൊരു സാധാരണ കുരിശല്ല. ഇത് 8-ാം നൂറ്റാണ്ടിലോ 9-ാം നൂറ്റാണ്ടിലോ നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. ഇതിൽ പുരാതനമായ പല്ലവി ഭാഷയിലുള്ള ലിപികൾ കൊത്തിവെച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ ചില പുരാതന പള്ളികളിൽ കാണപ്പെടുന്ന അതേ മാതൃകയിലുള്ള കുരിശാണിത്. ഐതിഹ്യങ്ങൾ പ്രകാരം കടമറ്റത്ത് കത്തനാർക്ക് തൻ്റെ മന്ത്രശക്തി ലഭിച്ചത് മലയരന്മാരിൽ നിന്നാണെങ്കിലും ആ ശക്തി അദ്ദേഹം ഈ കുരിശിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കുരിശിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചാണ് അദ്ദേഹം തൻ്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്തിരുന്നത്. ഈ കുരിശിന് വിശേഷപ്പെട്ട ശക്തിയുണ്ടെന്നും അവിടെ പ്രാർത്ഥിച്ചാൽ ബാധകളും ദുഷ്ടശക്തികളും വിട്ടുപോകുമെന്നും ഇന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. കറുത്ത കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ഈ കുരിശിന് ചുറ്റും മനോഹരമായ അലങ്കാരപ്പണികളുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ 2 സിംഹങ്ങളുടെ രൂപങ്ങളും മുകളിൽ പ്രാവോടുകൂടിയ രൂപവും കാണാം. ഇത് പേർഷ്യൻ കലയുടെ സ്വാധീനത്തെ കാണിക്കുന്നു. കുരിശിനു ചുറ്റുമുള്ള ലിപികൾ എന്തിനെക്കുറിച്ചാണെന്ന് കാലങ്ങളോളം തർക്കാവിഷയമായിരുന്നു. എന്നാൽ ഇത് ക്രിസ്തുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും സാധാരണക്കാർക്കിടയിൽ ഇത് കത്തനാർ തൻ്റെ മന്ത്രവിദ്യകൾ ബന്ധിച്ചിട്ട രഹസ്യ ലിപികളാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, കടമറ്റത്ത് പള്ളിയിലെത്തുന്ന ഭക്തർ ഈ കുരിശിന് തൊട്ട് വന്ദിക്കാറുണ്ട്. മന്ത്രവാദത്തിന് ഇരയായവരും മാനസിക അസ്വസ്ഥമുള്ളവരും ഈ കുരിശിന് മുന്നിൽ പ്രാർത്ഥിച്ചാൽ ഭേദമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. കടമറ്റത്ത് കത്തനാരുടെ കഥകളിൽ ഏറ്റവും നിഗൂഢമായ ഒന്നാണ് പാതാള കിണർ. കടമറ്റത്ത് പള്ളിയുടെ വടക്കേ വശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കിണറിനെക്കുറിച്ച് ഭീതിയും അത്ഭുതവും കലർന്ന കഥകളാണുള്ളത്. കത്തനാർ താൻ കീഴ്പ്പെടുത്തിയ ദുഷ്ടശക്തികളെയും യക്ഷികളെയും ഈ കിണറ്റിലാണ് ബന്ധിച്ചിട്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ഈ കിണറിന്റെ അടിയിൽ നിന്ന് പള്ളിയുടെ അൾത്താരയിലേക്കോ അതല്ലെങ്കിൽ കിലോമീറ്ററുകൾ അകലെയുള്ള മറ്റൊരു സ്ഥലത്തേക്കോ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്ന് പറയപ്പെടുന്നു.
തന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും മന്ത്രവിദ്യകൾ പരീക്ഷിക്കാനും അദ്ദേഹം ഈ പാത ഉപയോഗിച്ചിരുന്നു. ഒരു കാലത്ത് ഈ കിണർ തുറന്നു കിടന്നിരുന്നു എങ്കിലും അപകടങ്ങൾ ഒഴിവാക്കാൻ പിന്നീട് ഇരുമ്പ് വലയിട്ട് മൂടി. ഇന്നും ഭക്തർ ഈ കിണറ്റിൽ കാണിക്ക അർപ്പിക്കാറുണ്ട്. കത്തനാർ ഉപയോഗിച്ചിരുന്ന ഒരു എണ്ണവിളക്കിനെ കുറിച്ച് കഥകളുണ്ട്. ഈ വിളക്ക് ഒരിക്കലും അണയില്ലായിരുന്നു അത്രേ. അദ്ദേഹം തന്റെ മന്ത്രശക്തിയാൽ വായുവിൽ ഈ വിളക്കിനെ നിർത്തുമായിരുന്നുവെന്നും അത് പള്ളിക്കകത്ത് തനിയെ സഞ്ചരിക്കുമായിരുന്നുവെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. ഒരിക്കൽ കായംകുളം കൊച്ചുണ്ണി കത്തനാറെ പരീക്ഷിക്കാൻ ചെന്നു. കൊച്ചുണ്ണിയുടെ കയ്യിൽ ഒരു മാന്ത്രിക മോതിരമുണ്ടായിരുന്നു. കത്തനാർ തന്റെ ബുദ്ധിശക്തിയും മന്ത്രവും ഉപയോഗിച്ച് കൊച്ചുണ്ണിയെ നിഷ്പ്രഭനാക്കി. തന്റെ ശക്തിയേക്കാൾ വലുതാണ് കത്തനാരുടെ മന്ത്രമെന്ന് മനസ്സിലാക്കിയ കൊച്ചുണ്ണി അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങിയെന്നും അവർ സുഹൃത്തുക്കളായെന്നുമാണ് കഥ. കത്തനാരുടെ മരണത്തെക്കുറിച്ച് കൃത്യമായി രേഖകളില്ല. ഇതിനെക്കുറിച്ചും ഒരു നിഗൂഢത നിലനിൽക്കുന്നു. അദ്ദേഹം മരിച്ചതല്ലെന്നും തന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അദൃശ്യനായി മാറിയതാണെന്നും ഒരു വിശ്വാസമുണ്ട്. കടമറ്റത്ത് പള്ളിയുടെ മണ്ണിൽ അദ്ദേഹം ഇപ്പോഴും അദൃശ്യനായി ജീവിക്കുന്നുവെന്നും പള്ളിയെ സംരക്ഷിക്കുന്നുവെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. കത്തനാർ കഥകളിലെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് മന്ത്രവാദം എന്നതിലുപരി സാധാരണക്കാരായ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ പോരാടുന്ന ഒരു നായകനായാണ് കത്തനാർ ചിത്രീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ജാതിമത ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തിന്റെ കഥകൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയാണ് കടമറ്റത്ത് കത്തനാരുടെ കഥകൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, ബൈ.